ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമുളകും മലയാളം എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ അതിലും അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബിലും സെയിം ഒരു കോമൺ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, BDFൻ്റെ റെസിപ്പി തരാമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നെയ്യൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒരു 3 വിസിലിന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ 3 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കി കഴിഞ്ഞിട്ട് അതിൽ ആ ഒരു ചൂടൊക്കെ പോയി കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തത് അത്യാവശ്യം കനത്തിലാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇനിയും കനം കുറക്കണമെന്നുണ്ടെങ്കിൽ കനം കുറക്കാം കേട്ടോ. അപ്പോൾ ഈ ബീഫിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടാണ് ബീഫ് വേവിച്ചത്. അത് കൂടാണ്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വിനാഗിരി. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങാനീര് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളിതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പേസ്റ്റ് ആക്കിയത്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും സ്പ്രെഡ് ആവണം, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ഇങ്ങനെ ആവില്ല. അപ്പോൾ നമുക്കിനി മിക്സ് ചെയ്തത് നമുക്കൊരു അരമണിക്കൂർ നേരമെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ മൈദപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, കോൺഫ്ലോറിന് പകരം. അപ്പോൾ അങ്ങനെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താണെങ്കിലും അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ. കുറച്ചുകൂടി കുഴിവുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഇത്ര വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ഒരു തവി വെച്ചിട്ട് ഒന്ന് അനക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വിട്ട് വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൈ മൊത്തം വലിയാണ് വരുന്നത്. ഈ ഡ്രൈ ഫ്രൈ കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും, അത്യാവശ്യം ക്രിസ്പിയാണ്. ഇത് കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വായൊക്കെ അങ്ങോട്ട് വല്ലാണ്ട്. അപ്പോൾ അത് മാത്രമല്ല നല്ല ടേസ്റ്റി ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ചാൽ നല്ലോണം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ബീഫ് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾക്ക് നല്ല റെസ്പോൺസാണ്. കാരണം ഒട്ടുമിക്കവരും ട്രൈ ചെയ്തിട്ട് ഫോട്ടോ ഇടും കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാവേ. അപ്പോൾ എന്താ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.